നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സപ്താംഗ തിയറിയെക്കുറിച്ചുമാണ്. അർത്ഥശാസ്ത്ര. കൗടില്യ വാസ് എ മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യസ് കോർട്ട് ഇൻ ദി 4th century. Arthashastra composed by Kaudilya, Chanakya or Vishnugupta. Later, it was published into English by Shyama Shastri in 1909. He was a more realistic thinker than Manu. അപ്പോൾ കൗഡില്യൻ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ആര്? കൗഡില്യൻ എന്ന് പറയുന്നത്. കാലഘട്ടം എന്ന് പറയുന്നത് 4th century ആണ്. അർത്ഥശാസ്ത്രം കമ്പോസ് ചെയ്തത് കൗഡില്യൻ, ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കൗഡില്യൻ എന്നും ചാണക്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്നുണ്ട്. എല്ലാം ഒരു വ്യക്തി തന്നെയാണ്. അർത്ഥശാസ്ത്രം കമ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൗഡില്യൻ ആണോ, അല്ലെങ്കിൽ ചാണക്യനാണോ, വിഷ്ണുഗുപ്തനാണോ, ചിലപ്പോൾ ഓപ്ഷൻസിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ 3 പേരും എന്താണ്? ഒരാൾ തന്നെയാണ്. ലേറ്റർ ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ശ്യാമശാസ്ത്രി. ഇത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് പബ്ലിഷ് ചെയ്തത് 1909 ശ്യാമശാസ്ത്രി എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ഈ കൗഡില്യൻ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനുസ്മൃതിയാണ്. മനുസ്മൃതി എഴുതിയിട്ടുള്ള മനുവിനേക്കാൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? കൗഡില്യൻ എന്നാണ് പറയപ്പെടുന്നത്. സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ്. ദ വേർഡ് സപ്താംഗ ഇൻഡിക്കേറ്റ്സ് 7 limbs. സ്വാമി, അമാത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര. അപ്പോൾ ഈ സപ്താംഗം, സപ്തം എന്ന് വെച്ചാൽ 7 ആണെന്നറിയാം അല്ലേ? അപ്പോൾ എന്താണ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സപ്താംഗ തിയറിയുടെ ഇമ്പോർട്ടൻസ്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട 7 limbs ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. സ്വാമി, അമാത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര. ഇവയാണ് എന്ത്? സപ്താംഗ തിയറിയിലെ 7 limbs എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്കിത് ഓരോന്നിനെയും ഡിഫൈൻ ചെയ്ത് നോക്കാം. സപ്താംഗ തിയറിയിലെ ഒന്നാമത്തെ ലിംബാണ് സ്വാമി എന്ന് പറയുന്നത്. The word Swami is derived from the word Swayam, which refers to self-determined. The Swami therefore becoming a living and animate embodiment. Swami have 2 functions. The first one is protective function. The king being the natural guardian and savior of his people. അതായത് രാജാവാണ് സ്വാമി എന്നറിയപ്പെടുന്നത്. സ്വയം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സ്വാമി എന്ന് പറയുന്ന പദം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം സെൽഫ് ഡിറ്റർമിനേഷൻ എന്നാണ്. അപ്പോൾ ഈ സ്വാമിയുടെ 2 ഫങ്ഷൻസ് ആണുള്ളത് സ്വാമിക്ക്. അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷനാണ്. ദ കിങ് ബീങ് ദ നാച്ചുറൽ ഗാർഡിയൻ ആൻഡ് സേവിയർ ഓഫ് ഹിസ് പീപ്പിൾ. കിങ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അദ്ദേഹത്തിന് നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റ് ആണ് എന്ത്? ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്നത്. അതാണ് സ്വാമിയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടീവ് ഫംഗ്ഷനാണ്. ഓൺ ദി അതർ ഹാൻഡ് ഹിസ് പ്രൊമോട്ടീവ് ഫംഗ്ഷൻ ഇൻക്ലൂഡ് ടു പ്രൊമോട്ട് മോറൽ ആൻഡ് മെറ്റീരിയൽ ഹാപ്പിനെസ് ആൻഡ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. അതായത് കിങ്ങിൻ്റെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊമോട്ടീവ് ഫംഗ്ഷനാണ്. ജനങ്ങൾക്ക് ധാർമ്മികതയും മെറ്റീരിയൽ ഹാപ്പിനെസ്സും പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് ആരുടെ ഡ്യൂട്ടി? സ്വാമിയുടെ ഡ്യൂട്ടി എന്നാണ് സപ്താംഗ തിയറിയിൽ കൗഡില്യൻ പറഞ്ഞു വെക്കുന്നത്. The second limb of Saptanga theory was Amatya. Amatya means the minister. In its narrow sense, the term Amatya or Mandrin is used for the minister of the high grade. അതായത് അമാത്യ എന്ന് വെച്ചാൽ മിനിസ്റ്റർ എന്നാണ് അർത്ഥം. അമാത്യ എന്ന് പറയുന്ന പദത്തിനർത്ഥം മിനിസ്റ്റർ അല്ലെങ്കിൽ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കുന്ന ഒരു ഉയർന്ന തലത്തിലുള്ള മന്ത്രിയെയാണ് അമാത്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. The third limb of Saptanga theory was Janapada. Janapada means the people and the territory. This unique endowment of Saptanga is the symbol of the state, which stands for the territorial society. Here Jana denoted people and the Pada is a symbol of territory. Janapada എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ജന എന്ന് വെച്ചാൽ പീപ്പിൾ എന്നാണ്. അതുപോലെ പദം എന്ന് പറയുന്നത് സിംബൽ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ജനപദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണെന്നാണ് ആര് പറയുന്നത്? കൗഡില്യൻ പറയുന്നത്. ജനങ്ങളും അതുപോലെ പ്രദേശവും, ഒരു ഭൂപ്രദേശവും അവിടുത്തെ പ്രജകളും എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്നാണ് ഇവിടെ കൗഡില്യൻ പറയാൻ ശ്രമിക്കുന്നത്.
The fifth limb of Saptanga theory was Durga. Durga means fortification. Kaudilya regarded fortification as essential for the defense and protection of the state. He wanted the state to fortify the territories from all sides. He described 4 types of fortification: Audak, Parvat, Dannavana and Vana. Okay. ദുർഗ എന്ന് പറയുന്നത് ഫോർട്ടിഫിക്കേഷനാണ്, അതായത് സാമ്രാജ്യത്തെ കോട്ട കെട്ടി തിരിക്കുക. ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് അതിൻ്റെ അതിർത്തികൾ കോട്ടമതിലുകൾ കൊണ്ട് ചുറ്റിപ്പെടുക അല്ലെങ്കിൽ വളയം ചെയ്യുക എന്ന് പറയുന്നത്. അത് എന്തിനു സഹായിക്കും? പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെ തടയുന്നതിന് സഹായിക്കും. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഫോർട്ടിഫിക്കേഷൻ ഉണ്ടെന്നാണ് കൗടില്യൻ പറയുന്നത്. ഔദുക്, പർവത്, ധന്നവന ആൻഡ് വന. ഇതെന്താണ്? ഫോർട്ടിഫിക്കേഷൻ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഫോർട്ടിഫിക്കേഷൻ മെത്തേഡുകളാണ് ഈ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ലിംബ് ഓഫ് സപ്താംഗ തിയറി വാസ് കോശ അല്ലെങ്കിൽ കോസ. ദ flourishing economy is essential for the existence of the state in all times and circumstances. He described the sources of income is land tax, duty levied on sales of commodities in the market, tax on export and import. അതായത് ഒരു ഇക്കണോമി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു നല്ല ഫ്ലറിഷിംഗ് ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ വേണം. ഒരു സ്റ്റേറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് അവിടേക്ക് വരുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായിട്ടും ഒരു ഇക്കണോമിയിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ലാൻഡ് ടാക്സ് ആണ്, ഭൂനികുതി. പിന്നെ കമ്മോഡിറ്റീസിന്, വസ്തുക്കൾ വിൽക്കുമ്പോഴും മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. അതുപോലെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും, കയറ്റുമതിക്കും ഇറക്കുമതിക്കും ലഭിക്കുന്ന വരുമാനം. ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ഇക്കണോമിയുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു ഇക്കണോമി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ബേസ് ആയിട്ടുള്ള ഘടകമാണെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? കൗടില്യൻ പറഞ്ഞു വെക്കുന്നത്. ദണ്ഡ. കൗടില്യ അക്സെപ്റ്റഡ് എ സ്ട്രോങ് ആൻഡ് ഹെറിഡിറ്ററി ക്ഷത്രിയ ആർമി as the most important requisite of the state. It include army, naval forces, elephants, chariots and infantry. അപ്പോൾ നെക്സ്റ്റ് അല്ലെങ്കിൽ 6th limb ഓഫ് സപ്താംഗ തിയറി വാസ് ദണ്ഡ. ദണ്ഡ എന്ന് പറയുന്നത് ആർമിയാണ് അല്ലെങ്കിൽ സൈന്യത്തിനെയാണ് ദണ്ഡ എന്ന് പറയുന്നത്. കൗടില്യൻ പറയുന്നത് ഒരു ക്ഷത്രിയ ആർമി സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ എവിടെ അത്യാവശ്യമാണ്, നെസസറിയാണ്. ഒരു രാഷ്ട്രത്തിൽ ഒരു ക്ഷത്രിയ ആർമി എന്ന് പറയുന്നത് വളരെയധികം നെസസറിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തെ പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർമി ഒരു സ്റ്റേറ്റിന് എന്താണ്? നെസസറിയാണ്. അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആർമി, നേവൽ ഫോഴ്സസ്, എലഫൻസ്, ചാരിയറ്റ്സ്, ഇൻഫൻട്രി, കുതിരപ്പട, ആനപ്പട, അതുപോലെ രഥങ്ങൾ, നാവികപ്പട, ഇവയെല്ലാം തന്നെ എന്തിനാവശ്യമാണ്? ആർമിയിൽ ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദ ലാസ്റ്റ് ഓർ ദി 7th limb ഓഫ് സപ്താംഗ തിയറി വാസ് മിത്ര. മിത്ര മീൻസ് ആലീസ്. ഹാവിംഗ് റിയലൈസ്ഡ് ദാറ്റ് പൊളിറ്റിക്കൽ ഐസൊലേഷൻ മീൻസ് ഡെത്ത്, കൗടില്യ പ്രൊസീഡഡ് ടു കൺസിഡർ മിത്ര ഓർ ആലീസ് ആസ് എ വൈറ്റൽ ഫാക്ടർ. കൗടില്യ recognized 2 types of allies, സഹജ ആൻഡ് കൃത്രിമ. സഹജ മീൻസ് നാച്ചുറൽ ആലി. കൃത്രിമ or the acquired ally is on the whose friendship is specifically restored to the protect of the wealth and life. ഓക്കെ. അതായത് മിത്രം എന്ന് വെച്ചാൽ സഖ്യം എന്നാണ് അർത്ഥം. ഒരു രാജ്യത്തോട് സഖ്യം ചേർന്ന് നിൽക്കുക. അപ്പോൾ സഖ്യമില്ലെങ്കിൽ എന്തായി മാറും? ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഐസൊലേറ്റഡ് ആകും. അത് അദ്ദേഹം പറയുന്നത് മരണത്തിന് തുല്യമാണ്. പൊളിറ്റിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? മരണത്തിന് തുല്യമായിട്ടാണ് ഇദ്ദേഹം കണക്കാക്കുന്നത്. കൗടില്യൻ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മിത്രത്തെയാണ് പറയുന്നത്, അല്ലെങ്കിൽ സഖ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സഹജ, മറ്റൊന്ന് കൃത്രിമ. സഹജ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട്, ഇപ്പം ഒരു ഇപ്പോൾ ഉദാഹരണമായിട്ട് മൗര്യ സാമ്രാജ്യം, അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തോട് സാധാരണ രീതിയിലുള്ള ഒരു സൗഹൃദം നിലനിർത്തുക. അതെന്തിനു സഹായിക്കും? പെട്ടെന്ന് വേറൊരു രാജ്യത്തിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇവർ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ നിർമ്മിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് കൃത്രിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു രാജ്യത്തിന് പ്രൊട്ടക്ഷൻ ഇവരിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അവരുമായിട്ട് സഖ്യം ചേരാൻ ഇവർ ശ്രമിക്കും. അതിനെയാണ് കൃത്രിമ ആലി അല്ലെങ്കിൽ കൃത്രിമ മിത്ര എന്ന് പറയുന്നത്. കൃത്രിമമായിട്ട്, അതായത് അവർക്കൊരു ആക്രമണത്തെ നേരിടേണ്ടി വരുമ്പോൾ ഇവർ സഹായിക്കും എന്നുള്ള ഒരു
ഉറപ്പിന്മേൽ അവരോട് സഖ്യം കൂടാൻ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൃത്രിമ മിത്ര അല്ലെങ്കിൽ കൃത്രിമ ആലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 7 ലിംസിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയാണ് 7 ലിംസ് എന്ന് ഓർമ്മയില്ലേ? സ്വാമി, അമാത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര. ഇവയാണ് കൗടില്യൻ്റെ സപ്താംഗ തിയറിയിലെ 7 ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.